ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ പരമാത്മനേ നമഃ. ഹരി ഓം. എല്ലാവർക്കും നമസ്തേ. SPYSS NYC മലയാളം ഓൺലൈൻ യോഗ പഠന സമിതിയുടെ യോഗയും അഭ്യസിക്കുന്നതോടൊപ്പം തന്നെ ആത്മീയ പഠനവും ഈ സമിതിയിൽ നടക്കുന്നതിന്റെ ഭാഗമായി നമ്മൾ 9 ക്ലാസ്സുകൾ അദ്വൈതാമൃതം എന്ന് പറയുന്ന ശ്രീനാരായണ ഗുരു രചിച്ച ശ്രേഷ്ഠമായ ഒരു കൃതിയാണ് ആത്മോപദേശ ശതകം. നമ്മളത് 9 ക്ലാസ്സുകളിലായി പഠിച്ചു കഴിഞ്ഞു. ഇന്ന് 10ാമത്തെ ക്ലാസ്സാണ് ഇവിടെ സ്വാമിജികൾ എടുക്കാൻ പോകുന്നത്. അതിന്റെ ഭാഗമായി സ്വാമിജികൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അരുവിപ്പുറം മഠത്തിന്റെ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന ബ്രഹ്മശ്രീ സാന്ദ്രാനന്ദ സ്വാമികളാണ് നമുക്ക് ഈ ക്ലാസ് പഠിപ്പിച്ചു തരുന്നത്. സ്വാമിജികൾ എത്തിയിട്ടുണ്ട്. ഹരി ഓം. സ്വാമിജി നമസ്തേ. അതുപോലെ തന്നെ SPYSS NYCയുടെ മുഖ്യ പ്രമുഖായ ഗോപകുമാറാണനും എത്തിയിട്ടുണ്ട്. ഹരി ഓം ഗോപണ്ണ. ഹരി ഓം. കൂടാതെ ഗുരുസ്തുതിയും ദൈവദശവും ചെല്ലുന്നതിനായി വിമലാമണിയൊക്കെ എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഗുരുഷട്കം സോനാക്കയാണ് ആലപിക്കുന്നത്. ആത്മോപദേശ ശതകം 9 മുതൽ 13 വരെ ഓമനക്കുട്ടിയൊക്കെ പാരായണം ചെയ്യുന്നു. 7 കൊണ്ട് നമ്മുടെ ക്ലാസ്സുകൾ പൂർണ്ണമാകും. അതിനുശേഷം സംശയം ഉണ്ടെങ്കിൽ സ്വാമികളോട് ചോദിക്കാവുന്നതാണ്. ഈ ഇന്നത്തെ പഠന ക്ലാസ്സിലേക്ക് എത്തിയിട്ടുള്ള ഏവരെയും നമ്മുടെ സമിതിയിലുള്ള മുഴുവൻ യോഗ ബന്ധുക്കളെയും ഏറെ സ്നേഹത്തോടെ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. ഹരി ഓം. ആദ്യമായി ഗുരുസ്തുതിയും ദൈവദശവും ആലാപനം ചെയ്യുന്നതിനായി നമ്മുടെ സമിതിയിലെ യോഗബന്ധുവായ വിമലാമണിയൊക്കെ ഏറെ ആദരവോടെ ക്ഷണിച്ചുകൊള്ളും. ഹരി ഓം. വിമലാമണിയൊക്ക. ഹരിയോമക്ക. ഹരിയോ. ദൈവമേ കാത്തുകൊൾകങ്ങ് കൈവിടാതിങ്ങു ഞങ്ങളെ, നാവികന്നീ ഭവാബ്ദിക്കോരാവിവൻ തോണി നിൻപദം. ഒന്നൊന്നായി എണ്ണി തൊട്ടെണ്ണും പൊരുളൊടുങ്ങിയാൽ, നിന്നിടം ദൃക്കുപോലുള്ള നിന്നില സ്പന്ദമാകണം. അന്നവസ്ത്രാദിമുട്ടാതെ തന്നു രക്ഷിച്ചു ഞങ്ങളെ, ധന്യരാക്കുന്ന നീ ഒന്നു തന്നെ ഞങ്ങൾക്കു തമ്പുരാൻ. ആഴിയും തിരയും കാറ്റും ആഴവും പോലെ ഞങ്ങളെ, മായയും നിൻമഹിമയും നീയുമെന്നുള്ളിലാകണം. നീയല്ലോ സൃഷ്ടിയും സൃഷ്ടാവായതും സൃഷ്ടിജാലവും, നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും. നീയല്ലോ മായയും മായാവിയും മായാവിനോദനും, നീയല്ലോ മായയെ നീക്കി സായുജ്യം നൽകുമാര്യനും. നീ സത്യം ജ്ഞാനമാനന്ദം, നീ തന്നെ വർത്തമാനവും ഭൂതവും ഭാവിയും വേറെല്ലോതും മൊഴിയുമോർക്കിൽ നീ. അകവും പുറവും തിങ്ങും മഹിമാവാർന്ന നിൻപദം, പുകഴ്ത്തുന്നു ഞങ്ങളങ്ങേ ഭഗവാനെ. ജയിക്കുക ജയിക്കുക മഹാദേവ ദീനാവന പരായണ, ജയിക്കുക ചിദാനന്ദ ദയാസിന്ധോ ജയിക്കുക. ആഴമേറും നിൻമഹസാം ആഴിയിൽ ഞങ്ങളാകവേ, ആഴണം വാഴണം നിത്യം, വാഴണം വാഴണം സുഖം, വാഴണം വാഴണം സുഖം,
വാഴണം വാഴണം സുഖം. അടുത്തത് ഗുരുഷട്കമാണ്. ദിവ്യശ്രീ ശിവലിംഗിത സ്വാമികളാൽ രചിക്കപ്പെട്ട ഗുരുഷട്കം 6 ശ്ലോകങ്ങളാണ് ഇതിലുള്ളത്. അത് പാരായണം ചെയ്യുന്നതിന് സോനാക്കിയായിരുന്നു. സോനാക്കി എത്തിയിട്ടില്ല, അതുകൊണ്ട് തന്നെ ഞാൻ തന്നെ അത് ആലാപനം ചെയ്യുകയാണ്. ഓം ശ്രീനാരായണ പരമഗുരുവേ നമഃ. ഓം ബ്രഹ്മണേ മൂർത്തിമതേ പ്രധാനാം ശുദ്ധിഹേതവേ നാരായണ യതീന്ദ്രായ തസ്മൈ ശ്രീ ഗുരവേ നമഃ. നമോ ഭഗവതേ നിത്യശുദ്ധമുക്തമഹാത്മനേ നാരായണ യതീന്ദ്രായ തസ്മൈ ശ്രീ ഗുരവേ നമഃ. മഹനീയ ചരിത്രായ മമദാരഹിതാത്മനേ നാരായണ യതീന്ദ്രായ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ശിശിരേ കുർവതേ ശാന്തൈ കടാക്ഷൈ ശിഷ്യസഞ്ജയാൻ ബ്രഹ്മവിദ്യാ കോവിദായ തസ്മൈ ശ്രീ ഗുരവേ നമഃ. വാദിനാം വാദിനേ വാചം യമാനാം മൗനഭാജിനേ സർവലോകാനുരൂപായ തസ്മൈ ശ്രീ ഗുരവേ നമഃ. യസ്യ നഃ കൽപതേ സിദ്ധൈ പാദാംബുജരജോലവഃ നാരായണ യതീന്ദ്രായ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. അടുത്തത് നമ്മൾ 9ാമത്തെ ക്ലാസ്സിൽ പഠിച്ച ആത്മോപദ ശതകത്തിന്റെ 9 മുതൽ 14 വരെയുള്ള ശ്ലോകങ്ങള് ഒരിക്കൽ കൂടി പാരായണം ചെയ്യുകയാണ്. ഹരി ഓം. ഇരുപുറം വരുമാറവസ്ഥയെ പൂത്തൊരു കൊടി വന്നു പടർന്നുയർന്നുമേവും തരുവിനടിക്കു തപസ്സു ചെയ്തു വാഴും നരനു വരാ നരകം നിനച്ചിടേണം. ശ്ലോകം 10. ഇരുളിലിരിപ്പവനാര് ചൊൽക നീ എന്നൊരുവനുരപ്പതു കേട്ടു താനുമേവം അറിവതിനായി അവനോട് നീയുമാരെന്നരുളുമിതിൻ പ്രതിവാക്യമേകമാകും. ശ്ലോകം 11. അഹമഹമെന്നരുളുന്നതൊക്കെയാരായുകിലകമേ പലതല്ലതേകമാകും അകലും അഹന്ത അനേകമാകയാൽ ഇതുകയിലഹം ഒരു അകമ്പൊരുളും തുടർന്നിടുന്നു. ശ്ലോകം 12. തൊലിയുമെലുമ്പുമലം ദുരന്തമന്ത കലകളുമേന്തും അഹന്തയൊന്നു കാൺക പൊലിയുമിതന്യ പൊലിഞ്ഞു പൂർണമാകും വലിയൊരഹന്ത വരം തരേണം. ശ്ലോകം 13.
ത്രിഗുണമയം തിരുനീറണിഞ്ഞൊരീശന്നകമലരിട്ടു വണങ്ങിയക്ഷമാറി സകലമഴിഞ്ഞു തണിഞ്ഞു കേവലത്തിൻ മഹിമയു മറ്റു മഹസ്സിലാണിടേണം. ശ്ലോകം 14. ത്രിഭുവന സീമ കടന്നു തിങ്ങി വിങ്ങും ത്രിപുടി മുടിഞ്ഞു തെളിഞ്ഞിടുന്ന ദീപം കപടതയ്ക്കു കരസ്ഥമാകുവിലെന്നും ഉപനിഷദൂക്തി രഹസ്യമോർത്തിടേണം. ഹരി ഓം സ്വാമിജി. സ്വാമിജി ഇന്ന് എത്തിയിട്ടുണ്ട്. ബ്രഹ്മശ്രീ സാന്ദ്രാനന്ദ സ്വാമികളെ ഏറെ ആദരവോടെ ബഹുമാനത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഹരി ഓം സ്വാമിജി. ഹരി ഓം. നമസ്തേ. യദ്ദർശനം നിഖില ദുഃഖഹരം പവിത്രം യത്പാദപങ്കജരജാംസ്യഘനാശകാനി ധാത്രീ പുമർത്തനിജയസ്യ ച യത്കൃപാ ശ്രീനാരായണം മുനിവരം തമഹം നമാമി. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. എല്ലാ അംഗങ്ങൾക്കും പഠിതാക്കൾക്കും നമസ്കാരം. നമ്മളുടെ ക്ലാസ് നല്ല രീതിയിൽ തന്നെ ശ്രദ്ധയോടുകൂടി തന്നെ മുന്നോട്ട് പോകുന്നു. വളരെ സന്തോഷമുണ്ട്. ഇന്ന് ദൈവദശകം ചൊല്ലിയതിനകത്ത് ചില അക്ഷരത്തെറ്റുകളുണ്ട്. ഒന്ന്, അത് എനിക്ക് ശരിക്കും ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റിയില്ല. ചൊല്ലിയതിനകത്ത് ചില തെറ്റുകളുണ്ട്. അതുപോലെ നമ്മള് ഗുരുവിന്റെ മന്ത്രം ചൊല്ലിയപ്പോഴും അതിനകത്തൊരു തെറ്റുണ്ട്. പൊതുവെ പലപ്പോഴും പലരും തെറ്റിക്കുന്ന ഒരു മന്ത്രമാണ്. നമ്മൾ മലയാളത്തിൽ പറയുന്ന പോലെയാണ് ഗുരുവേ എന്ന് ചൊല്ലുന്നത്. അപ്പോ മലയാളത്തിൽ ഗുരുവേ എന്ന് പറഞ്ഞാൽ കറക്റ്റ് ആണ്. പക്ഷെ സംസ്കൃതത്തിൽ നമ്മൾ ചൊല്ലുമ്പോൾ പരമ ഗുരവേ എന്നാണ്. ഗുരവേ, അതായത് സംസ്കൃതത്തിൽ ചതുർത്ഥി വിഭക്തിയാണത്. ഗുരുവിനായിക്കൊണ്ട് എൻ്റെ നമസ്കാരം എന്നാണ്. ഗുരവേ നമ. ഇപ്പൊ ഗുരുവേ നമ എന്നല്ല, ഗുരവേ നമ എന്ന് പറയണം. അപ്പൊ അങ്ങനെ ഒരു ചെറിയ തിരുത്തുണ്ട്. അത് എല്ലാ ആളുകളും തെറ്റിച്ച് ചൊല്ലുന്ന ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് സംസ്കൃതം പഠിക്കാത്തവര് അങ്ങനെ ഒരു മലയാളീകരിച്ചും അല്ലാതെയൊക്കെ അത് ചൊല്ലിക്കളയും. അതുകൊണ്ടൊന്ന് ശ്രദ്ധിക്കുക. അപ്പൊ കപടയതിക്ക് കരസ്ഥമാകുകയില്ലെന്ന് ഉപനിഷദുക്തി രഹസ്യം ഓർത്തിടണം എന്ന് ഗുരു പറയുകയാണ്. അടുത്ത ശ്ലോകത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ഗുരു പറയുന്നു, പരയുടെ പാല് നുകർന്ന ഭാഗ്യവാന്മാർക്ക് 10,000 ആണ്ട് ഒരല്പനേരം. അറിവ് അപരപ്രകൃതിക്ക് അധീനമായാൽ അരനൊടി 1000 ആണ്ട് പോലെ തോന്നും. അപ്പോ പരയുടെ പാല് നുകർന്ന ഭാഗ്യവാന്മാർക്ക്, പര എന്ന് പറയുന്നത് പരമമായിട്ടുള്ള ആ ജ്ഞാനമാണ്. ആ ജ്ഞാനത്തിലൂടെ കിട്ടുന്ന അമൃത്, അതാണ് പരയുടെ പാല്. നുകർന്ന ഭാഗ്യവാന്മാർക്ക്, അപ്പൊ അത് കുടിക്കുന്ന അനുഭവിക്കുന്ന ഭാഗ്യവാന്മാരാരാണോ അവർക്ക് 10,000 ആണ്ട്. 10,000 ആണ്ട്, 1000 വർഷം, 10,000 വർഷമൊക്കെ എന്താണ്, ഒരല്പനേരം. അവർക്ക് ഇത്രയും വർഷങ്ങൾ ഒരു അല്പനേരം മാത്രമായിട്ടാണ് അവര് കാണുന്നത്. അറിവ്, നേരെ മറിച്ച് ഈ അറിവ് അപരപ്രകൃതിക്ക് അധീനമായാൽ, അപരപ്രകൃതി എന്ന് പറയുന്നത് നമ്മളുടെ അജ്ഞാനമാണ്. ആ പ്രകൃതിക്ക് അധീനമാകുമ്പോൾ അരനൊടി 1000 ആണ്ടുപോലെ തോന്നും. അരനൊടി എന്ന് പറയുന്നത് വളരെ ചെറിയൊരു സമയമാണ്.
അത് 1000 ആണ്ട് പോലെ തോന്നുമെന്നാണ് ഗുരു പറയുന്നത്. അപ്പോ നമ്മളുടെ ഉപനിഷത്തുകളിൽ വേദാന്തത്തിൽ പൊതുവെ ഉപയോഗിക്കുന്ന 2 പദങ്ങളുണ്ട്, പരാവിദ്യയും അപരാവിദ്യയും. അപ്പൊ വിദ്യയെ 2ആയിട്ടാണ് മഹർഷിമാർ ഉപനിഷത്തിൽ പറഞ്ഞിട്ടുള്ളത്, പരാവിദ്യ, അപരാവിദ്യ. പരാവിദ്യ എന്ന് പറയുന്നത് പരമമായിട്ടുള്ള, ഇപ്പൊ പരം ബ്രഹ്മ എന്ന് നമ്മൾ പറയുന്നു. ഗുരുർ ബ്രഹ്മ, ഗുരുർ വിഷ്ണു, ഗുരുർ ദേവോ മഹേശ്വര, ഗുരു സാക്ഷാത് പരം ബ്രഹ്മ, തസ്മൈ ശ്രീ ഗുരവേ നമഃ. അപ്പൊ അതിൽ പറയുന്ന പരം ബ്രഹ്മ, പരമമായിട്ടുള്ള ബ്രഹ്മം, അതിന്റെ അപ്പുറത്തേക്ക് ഒന്നും പറയാനില്ല. അതുപോലെയാണ് പരാവിദ്യ എന്ന് പറയുമ്പോൾ ആ വിദ്യ, അതായത് ശുദ്ധമായിട്ടുള്ള ആത്മവിദ്യ, ഉപനിഷത് വിദ്യ, ബ്രഹ്മവിദ്യ എന്നൊക്കെ പറയും. അതിന്റെ അപ്പുറത്തേക്ക് ഒരു വിദ്യ ഇവിടെ അവർ കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് അത് പരമമായിട്ടുള്ള, അത് പരമമായിട്ടുള്ള ആ വിദ്യയാണ്, അറിവാണ്. പരയുടെ പാല് എന്ന് പറയുമ്പോൾ ആ അറിവിൽ നിന്നുണ്ടാകുന്ന അതിന്റെ അമൃതാണ്, ആത്യന്തികമായിട്ടുള്ള ആ സുഖം. അപരപ്രകൃതി, അപരാവിദ്യ എന്ന് പറയുന്നത് ബാക്കിയുള്ള എല്ലാ വിദ്യകളും, അതായത് ഭൗതികമായിട്ട് നമ്മൾ നേടുന്ന, അറിയാവുന്ന എല്ലാ വിദ്യകളെയും ചേർത്താണ് അപരാവിദ്യ എന്ന് പറയുന്നത്. ഒന്ന് ഭൗതികമായിട്ടുള്ള കാര്യങ്ങളിൽ ഊന്നൽ കൊടുത്തുകൊണ്ട് തരുന്ന അറിവാണ് അപരാവിദ്യ. അപ്പോ 99% ആളുകൾ ഈ അപരാവിദ്യയിലാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുള്ളത്. ഭൗതികമായിട്ടുള്ള നേട്ടങ്ങളുടെ പുറകെ എല്ലാവരും ഇങ്ങനെ അതിവേഗം ഓടിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് ഒരു സെക്കൻഡ് പോലും ചിന്തിക്കാനായിട്ട് സമയമില്ല. കാരണം അവരുടെ വിചാരം എത്രയും പെട്ടെന്ന് ഈ ഭൗതികമായിട്ടുള്ള സ്വത്തുക്കളെല്ലാം കരസ്ഥമാക്കണം, അതിൽ പേരും പെരുമയും ഒക്കെ നേടണം എന്നുള്ള വെപ്രാളത്തിൽ എല്ലാം പിടിച്ചടക്കണം, വെട്ടിപ്പിടിക്കണമെന്നുള്ള പരക്കം പാച്ചിലാണ്. അത് ആണ് ശരിക്കുമുള്ള അപരാവിദ്യ. അപ്പോ അങ്ങനെ പരയും അപരയും 2 സംഭവം, 2 വിദ്യകൾ, അത് ഉപനിഷത്തിലേക്കും ഒക്കെ വരുമ്പോഴാണ് നമുക്കത് ആ വാക്കുകൾ പൊതുവെ ഉപയോഗിക്കുന്നത്. മറ്റു സ്ഥലങ്ങളിൽ അതിന് വലിയ പ്രസക്തിയില്ല. അപ്പൊ ഇവിടെ ഗുരു അതുകൊണ്ട് പറയാണ്, പരയുടെ പാല് നുകർന്ന ഭാഗ്യവാന്മാർക്ക്, അതായത് ഈ പരാവിദ്യയുടെ, ബ്രഹ്മവിദ്യയുടെ, ആത്മവിദ്യയുടെ, ഏറ്റവും ലളിതമായിട്ട് പറഞ്ഞാൽ അവനവനെ കുറിച്ചുള്ള ആ വിദ്യ, ഞാൻ എന്ന് പറയുന്ന ഒന്നിനെ കുറിച്ചുള്ള അറിവ്. അപ്പോ അങ്ങനെ ആ വിദ്യയുടെ അല്ലെങ്കിൽ പരമമായിട്ടുള്ള ആ ബ്രഹ്മത്തിനെ കുറിച്ചുള്ള അതിന്റെ അനുഭൂതി അനുഭവിച്ചിട്ടുള്ള ഭാഗ്യവാന്മാർക്ക്, അവരാണ് ശരിക്കുള്ള ഭാഗ്യവാന്മാർ. അവർക്ക് 10,000 ആണ്ട്. അപ്പൊ നമ്മുടെ ഒരു ഏകദേശ വർഷം പറയുന്നത്, നമുക്കൊരു എന്താ പറയുക, അത്രയും അൺലിമിറ്റഡ് ആയിട്ടുള്ള സമയത്തെ കുറിച്ച് വേണം. അത്രയും സമയം ആണെങ്കിൽ പോലും അത് അവരെ സംബന്ധിച്ചിടത്തോളം അരനൊടിയാണ്. ഇപ്പൊ നമ്മുടെ നിത്യ ജീവിതത്തിൽ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ വളരെയധികം സന്തോഷത്തോടു കൂടി ഇരിക്കുന്ന സമയത്ത് എത്രയോ മണിക്കൂറുകൾ പോകും നമ്മൾ അറിയുന്നില്ല. അല്ലെങ്കിൽ നമ്മൾക്ക് വേണ്ടപ്പെട്ട, നമ്മളുടെ മനസ്സ് തുറന്ന് സംസാരിക്കുന്ന സമയത്ത് എത്ര മണിക്കൂറുകൾ നമ്മൾ സംസാരിച്ചു എന്നറിയില്ല. ഇപ്പൊ ഫോണിലൊക്കെ പല ആളുകളുണ്ട്, അവരിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും, എത്രയോ മണിക്കൂറുകൾ അവരിങ്ങനെ സംഭാഷണത്തിൽ ഏർപ്പെട്ടാൽ അവർക്ക് ബോറടിക്കില്ല, സമയം പോയത് അറിയില്ല. അങ്ങനെയൊക്കെ ഉള്ള ഭൗതികമായിട്ടുള്ള കാര്യങ്ങളിൽ പോലും അങ്ങനെ ഒരു ഇതുണ്ട്. അപ്പോ നമ്മൾ ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ നോക്കുമ്പോഴോ എവിടെയാണോ നമ്മുടെ മനസ്സ്
പരിപൂർണമായിട്ട് ഇല്ലാതായി ആ പരമ്പൊരുളിൽ ലയിച്ചിരിക്കുമ്പോൾ അതിൽ നിന്ന് നമ്മൾ വെളിയിൽ വരുമ്പോഴാണ് ഇത്രയും മണിക്കൂറുകൾ. ഉദാഹരണത്തിന് യോഗികളായിട്ടുള്ള സമാധി ആളുകൾ, നിർവികൽപ്പ സമാധിയിലേക്കൊക്കെ പോകുന്ന ആളുകൾ, സവികൽപ്പ സമാധിയിൽ അത്രയും ഇല്ല, അതിലൊരു വികല്പം ഉണ്ടാവും. അപ്പോ നിർവികൽപ്പ സമാധിയൊക്കെ അനുഭവിക്കുന്ന ആളുകൾ എത്രയോ നാളുകൾ, എത്രയോ വർഷങ്ങൾ അതിൽ ലയിച്ചിരിക്കുന്നുണ്ട്. നമ്മളുടെ തന്നെ പല പല യോഗികളെയും അങ്ങനെ പലരും കണ്ടതായിട്ട് ഒക്കെ പറയുന്നുണ്ട്. അവര് പ്രത്യേകിച്ച് നമ്മുടെ യോഗാനന്ദ പരമഹംസരൊക്കെ പറയുന്ന ആ യോഗിയുടെ ആത്മകഥ, അതിലൊക്കെ പരമഹംസ യോഗാനന്ദർ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ യോഗികൾ ഇപ്പോഴും ഭാരതത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ട് എന്നാണ്. അപ്പൊ അവർക്ക്, ആ ഗുരുക്കന്മാർക്ക് അവർ സ്വയം വിചാരിക്കണം ആർക്ക് ദർശനം കൊടുക്കണം, ആർക്ക് മാർഗനിർദ്ദേശങ്ങൾ നൽകണം. അത് യോഗയുടെ തലത്തിലാണോ, ജ്ഞാനത്തിന്റെ തലത്തിലാണോ? അപ്പൊ അങ്ങനെയൊക്കെ ഇവിടെ സാധിക്കുന്നുണ്ട് എന്നുള്ളത് സത്യമായിട്ടുള്ള കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് ഗുരു ഇവിടെ കൃത്യമായിട്ട് അത് സൂചിപ്പിക്കുകയാണ്. അങ്ങനെ ഒരു ആനന്ദത്തിൽ ആറാടിയിരിക്കുന്ന, കാരണം അവർക്ക് അങ്ങനെ ഒരു സമയമില്ല. നമ്മൾക്കാണ് ഈ ഭൂതങ്ങൾ കൊണ്ട് നിറഞ്ഞ, അല്ലെങ്കിൽ നമ്മുടെ ഈ പരിമിതമായിട്ടുള്ള ഈ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് അറിയപ്പെടുന്ന ഈ ലോകത്ത് ഇവിടെ സമയമുണ്ട്. നമ്മൾക്ക് രാവും പകലും എല്ലാം ചേർത്തിട്ട് 24 മണിക്കൂറാണ്. പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം മനസ്സ് പരിപൂർണമായി പരമ്പൊരുളിൽ ലയിച്ചാൽ പിന്നെ കാലദേശങ്ങൾ അവിടെ ഇല്ല. നമ്മൾക്കും അങ്ങനെ ഒരു അനുഭൂതിയുടെ, അങ്ങനെ ഒരു തലം നമ്മൾക്കും ഉണ്ട്. നമ്മുടെ സാധാരണ മനുഷ്യർക്കും യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ, യാതൊരു എഫേർട്ടും കൊടുക്കാതെ, ഇന്ദ്രിയങ്ങളുടെ ഒരു ഇടപെടലുമില്ലാതെ നമ്മളൊക്കെ അനുഭവിക്കുന്ന ഒരു തലമുണ്ട്, വളരെ സ്വാഭാവികമായിട്ട്. അതാണ് നമ്മുടെ ഡീപ്പ് സ്ലീപ്പ്, ഗാഠനിദ്ര. അവിടെ സമയമില്ല. ഉറങ്ങാത്ത ആൾക്ക് സമയമുണ്ടാകാം, പക്ഷെ മനസ്സ് പരിപൂർണമായി ആബ്സെന്റ് ആയ ഒരാൾക്ക് അവിടെ സമയമില്ല. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ നമ്മൾ പറയും, ഉറക്കത്തിൽ നിന്ന് ഉണർന്നു കഴിയുമ്പോൾ, അല്ലെങ്കിൽ സ്വപ്നത്തിൽ നിന്ന് ഉണർന്നു കഴിയുമ്പോൾ നമ്മൾ പറയും, ഞാൻ വളരെ കുറച്ച് സമയമല്ലേ ഉറങ്ങിയുള്ളൂ എന്ന് പറയുന്നത് ഈ ജാഗ്രതയിലെ സമയമാണ്. നേരെ മറിച്ച് പരിപൂർണമായിട്ട് മനസ്സ് ആബ്സെന്റ് ആയത്, ഇല്ലാത്ത ഒരു സമയം, അത് സമയമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോ അവിടെയൊക്കെ എത്രയോ മണിക്കൂറുകൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഇനി നമ്മളുടെ സാധനയുടെ, നന്നായിട്ട് ധ്യാനിക്കുന്ന ആളുകൾക്കും അത് അനുഭവിക്കാൻ പറ്റും. ധ്യാനത്തിന്റെ ആഴങ്ങളിലേക്ക് പോകുമ്പോൾ എത്ര മണിക്കൂർ നമ്മൾ ധ്യാനനിരതനായിരുന്നു എന്ന് നമുക്ക് പുറത്തു വന്നുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അങ്ങനെയുള്ള ആ ശുദ്ധമായിട്ടുള്ള അറിവിന്റെ, അല്ലെങ്കിൽ ആ സത്തിന്റെ അനുഭൂതിയിൽ അമർന്നിരിക്കുന്ന ഒരു മഹാത്മാവിന് തീർച്ചയായിട്ടും ഒരു 10,000 ആണ്ട് ഒരല്പനേരം മാത്രമാണ്. നേരെ മറിച്ച് അറിവ്, ഈ ജ്ഞാനം അപരപ്രകൃതിക്ക്, നമ്മൾ മുൻപ് സൂചിപ്പിച്ച പോലെയാണ്. ഭൗതികമായിട്ടുള്ള കാര്യങ്ങളുടെ പുറകിലേക്കാണ് നമ്മൾ ഇതിനെ തിരിച്ചു വെക്കുന്നതെങ്കിൽ, മനസ്സും ഇന്ദ്രിയങ്ങളും എല്ലാം ആ ഒരു വെളിയിലേക്കാണ് ഈ സുഖത്തെ തേടി, ഈ പരയുടെ പാല് നുകരുവാൻ വേണ്ടി ഓടുന്നതെങ്കിൽ, നമ്മൾ അങ്ങനെയാണല്ലോ. നമ്മൾ ഭൗതികമായിട്ടുള്ള സുഖങ്ങൾ നേടാൻ വേണ്ടിയിട്ട് ഉള്ള പരക്കം പാച്ചിലാണ്. നമുക്ക് അല്പം ചില ഇതിൽ കിട്ടിയാൽ നമ്മൾ അതിനകത്ത് തൃപ്തരല്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ വീണ്ടും വീണ്ടും വെട്ടിപ്പിടിക്കാനായിട്ടുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. പലരും അതിൽ വിജയിക്കും, പക്ഷെ പലരും അതിൽ പരാജയപ്പെടും. വിജയം എന്ന് പറയുന്നത് ഇതിന്റെ നിരർത്ഥകത
മനസ്സിലാക്കാതെ ഓടി ഓടി പോകുമ്പോൾ അയാൾ വിചാരിക്കുന്നതെല്ലാം നടക്കുന്നു എന്ന് അയാളുടെ തോന്നൽ അയാൾക്കൊരു വിജയം, അതൊരു വിജയമാണ് എന്നുള്ള തലത്തിൽ അയാൾ ഉറപ്പിക്കുകയാണ്. പക്ഷേ അതല്ല എന്നുള്ളൊരു വിവേകം അയാളിലേക്ക് വരുമ്പോൾ അവിടെ അയാൾക്ക് അപ്പോൾ മനസ്സിലാകുന്നു ഇത് ഒരു വിജയമല്ല. അപ്പൊ അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ സംഭവിക്കുന്നവർക്ക് അരനൊടി ഇപ്പൊ അവരോടൊരു കുറച്ചു നേരം ധ്യാനിക്കാൻ പറഞ്ഞു നോക്കി, അല്ലെങ്കിൽ നിശബ്ദമായിരിക്കാൻ പറയൂ, അല്ലെങ്കിൽ കുറച്ചു നേരം മൗനമായിരിക്കാൻ പറയൂ. അവർക്ക് സാധ്യമല്ല. കാരണം അരനൊടി അവർക്ക് 1000 ആണ്ട് പോലെയാണ്. നമ്മൾ ധ്യാന പരിശീലനമൊക്കെ കൊടുക്കുമ്പോൾ ചിലപ്പോൾ ഒരു 10-15 മിനിറ്റേ നമ്മൾ കൊടുക്കുന്നുണ്ടാവുള്ളൂ. പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം അതൊരു 3-4 മണിക്കൂർ കണ്ണടച്ച് ഇരിക്കുന്ന പോലെ തന്നെ അവർക്ക് തോന്നും. അതാണ് അറിവ് അവരെ പ്രകൃതിക്ക് അധീനമാകുമ്പോൾ അരനൊടി 1000 ആണ്ട് പോലെ തോന്നും. അപ്പൊ ഇതൊരു വല്ലാത്ത ഒരു അജ്ഞാനത്തിന്റെ, ഒരു മായയുടെ ബാധിപ്പാണ്. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ ഇതിനെ തരംതിരിച്ചറിയുമ്പോഴാണ് നമുക്ക് ഇതിൽ നിന്ന് വിരക്തി ഉണ്ടാകുകയാണ്. ഈ ഭൗതികമായിട്ടുള്ള വസ്തുക്കളെ കളക്ട് ചെയ്യുവാൻ വേണ്ടിയിട്ട്, അതിനെ നിലനിർത്തുവാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ പരക്കം പാച്ചിൽ, തീർച്ചയായിട്ടും അതിന്റെ നിരർത്ഥകത നമുക്ക് മനസ്സിലാകുന്നു. നമ്മളിൽ വിരക്തി ഉണ്ടാകുകയാണ്. നമ്മൾ എപ്പോഴാണോ ഈ ഒരു തിരിച്ചറിയലിലേക്ക് കടക്കുന്നത്, ആ നിമിഷം തുടങ്ങി നമ്മൾ വിരക്തരായിട്ട് മാറുകയാണ്. കാരണം നമ്മളുടെ വിലപ്പെട്ട ഈ എനർജിയും നമ്മുടെ സമയവും നമ്മുടെ പണവും നമ്മുടെ ശരീരവും നിരർത്ഥകമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്തുവാനുള്ളതല്ല എന്നുള്ള ബോധ്യത്തിലേക്ക് അവർ കൺതുറക്കുകയാണ്. ശരിക്കും സാധനയുടെ ചുവടുവയ്പ് അവിടെ നിന്നാണ് തുടങ്ങുന്നത്. അതുവരെ നമ്മൾ അതിനു വേണ്ടിയിട്ടുള്ള ഓട്ടത്തിലാണ്. എവിടെ നിന്ന് കിട്ടും എന്നുള്ള ഓട്ടത്തിലാണ്. അപ്പൊ സത്യസന്ധമായിട്ടാണ് നമ്മൾ ഓടിയിട്ടുള്ളതെങ്കിൽ, നമ്മൾ അന്വേഷിച്ചിട്ടുള്ളതെങ്കിൽ, തീർച്ചയായിട്ടും അതിനൊരു ഫലം കൃത്യമായ സമയത്ത് കിട്ടുമെന്നുള്ളതാണ്. അപ്പൊ നമ്മളിൽ അങ്ങനെ ഒരു വിരക്തി, അങ്ങനെ ഒരു അറിവ് ഉടലെടുക്കുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കണം. ഇപ്പൊ പലപ്പോഴും പലരും സംസാരിക്കാൻ നമ്മൾ കേൾക്കാറുണ്ട്, ഇന്ന ആളുകളുടെ താല്പര്യപ്രകാരമാണ് നമ്മൾ ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇന്ന ആളുകൾ ഇന്നതുപോലെ പറഞ്ഞു. അങ്ങനെയല്ല. നമ്മൾക്ക് ഈ പ്രത്യേകിച്ച് ആത്മവിദ്യ, ഈ അവനവനെ കുറിച്ചുള്ള അറിവ് ചിലര് നിമിത്തമാകുകയാണ്. എവിടെ നോക്കുമ്പോഴും പലരും പല രീതിയിൽ നിമിത്തമാകുകയാണ്. പക്ഷെ നമ്മൾ കഴിഞ്ഞ ജന്മങ്ങളിലോ ഒക്കെ നമ്മൾ ഇതിനു വേണ്ടി അന്വേഷിച്ചിട്ടുണ്ടാവാം. അതിന്റെ തീവ്രതയ്ക്ക് അനുസരിച്ചിട്ടാണ് നമുക്ക് നേരത്തെ, ഇപ്പൊ പ്രായമാകുമ്പോഴായിരിക്കും ചിലർക്ക് ഇങ്ങനൊരു നിയോഗം, ഇങ്ങനൊരു കൂടിക്കാഴ്ച ഉണ്ടാകുന്നത്. ചിലർക്ക് ചെറിയ പ്രായത്തിൽ തന്നെ അവർക്ക് അത് ലഭ്യമാണ്. അപ്പോ അതൊക്കെ നമ്മളുടെ പൂർവജന്മ സുകൃതം പോലെ ഇരിക്കും. അപ്പൊ ഇത്രയും പ്രായമായിട്ടും ഈ വക കാര്യങ്ങളിൽ താല്പര്യമില്ലാതെ, ആധ്യാത്മികമായിട്ടുള്ള കാര്യങ്ങളിൽ താല്പര്യമില്ലാതെ, ദിവസവും കുറച്ചു സമയം ജപിക്കുകയോ ധ്യാനിക്കുകയോ ചെയ്യാതെ സമയം കഴിച്ചു കൂട്ടുന്ന എത്രയോ പേരുണ്ട്. പലരും അവര് പ്രാർത്ഥനയൊക്കെ ചൊല്ലും, അവര് രാമായണം വായിക്കും, ഭാഗവതം വായിക്കും, മഹാഭാരതം വായിക്കും, ഉപനിഷത്തുകളും അതുപോലെ പലതും വായിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ അവരോട് നമ്മൾ ചോദിക്കുകയാണ്, നിങ്ങൾ എത്ര സമയം ഒരു ദിവസം അതിരാവിലെ ബ്രാഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് ആ പരമ്പൊരുളെ, നിങ്ങൾ ഈ പറയുന്ന ഉപനിഷത്തിൽ പ്രതിപാദിക്കുന്ന ആ ചിത് പുരുഷനെ, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ കുടികൊള്ളുന്ന ആ ചൈതന്യത്തെ നമ്മളൊന്ന് ധ്യാനിക്കാറുണ്ടോ? അല്ലെങ്കിൽ നമ്മൾ കുറച്ചു നേരം സത്യസന്ധമായി ജപിക്കാറുണ്ടോ? അങ്ങനെ ചോദിക്കുമ്പോഴാണ് അവരിൽ 90% അങ്ങനെ ചെയ്യുന്നവരല്ല. അവരവരുടെ ബുദ്ധി കൊണ്ടുള്ള പല കാര്യങ്ങളും മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. ഒരു വായന ഒരു യാന്ത്രികമാക്കി വിടുന്നു. അപ്പൊ അങ്ങനെയുള്ളവരൊക്കെ എന്ത് സംഭവിക്കുന്നവരാണ്? അപരാവിദ്യയിൽ ഭ്രമിച്ചു പോകുന്നവരാണ്, മായയിൽ പെട്ടിരിക്കുന്നവരാണ്. അപ്പൊ മായയിൽ നിന്ന് വെളിയിൽ വരണമെങ്കിൽ നമ്മുടെ നിരന്തരമായിട്ടുള്ള സത്സംഗം അതിന് വളരെ ചൂട് പകരുന്നതാണ്. അതിനനുസരിച്ച് നമുക്ക് തീവ്രത, സത്സംഗത്തിലൂടെയാണ് നമുക്ക് ആ തീവ്രത ഉണ്ടാകുന്നത്.
അപ്പോ അങ്ങനെ ഒരു ഒരു തലത്തിലേക്ക് നമ്മൾ ഓരോരുത്തരും എത്രമാത്രം മാറിയിട്ടുണ്ട്, നമ്മുടെ അസൂയയും കുശുമ്പും കുന്നായ്മയും ഒക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റിയിട്ടുണ്ടോ? നമ്മുടെ ഷഡ്വൈരികളെ നമുക്ക് ഇല്ലാതാക്കാൻ പറ്റിയിട്ടുണ്ടോ? ഏതെങ്കിലും ഒന്ന്. അപ്പൊ നിരന്തരമായിട്ടുള്ള പരിശ്രമത്തിലൂടെ അഭ്യാസേനതു കൗന്ദേയ വൈരാഗ്യേണ ജിഗൃഹ്യതേ എന്ന് ഭഗവത്ഗീതയിലെ അർജുനന് വേണ്ടി കൃഷ്ണൻ ഉപദേശിക്കുകയാണ്. അപ്പോ ഈ മനസ്സിനെ നമുക്ക് നിയന്ത്രിക്കണമെങ്കിൽ അതിശക്തമായിട്ടുള്ള നിശ്ചയദാർഢ്യം, അതേപോലെ തീവ്രമായിട്ടുള്ള മുമുക്ഷുത്വം, മുൻവിധിയില്ലാത്ത സമീപനങ്ങൾ, ചിന്തകൾ ഒക്കെ നമുക്ക് അനിവാര്യമാണ്. അതുകൊണ്ട് ഈ അപരപ്രകൃതിക്ക് നമ്മൾ അധീനമാകാതെ നമ്മുടെ യഥാർത്ഥത്തിലുള്ള ആ പരയുടെ പാല് നുകർന്ന് നമുക്ക് ഈ ജന്മം കൃതകൃത്യമാക്കുവാൻ നമുക്ക് സാധിക്കണം. അതിനുള്ള സൂചനയാണ് ഗുരു നമുക്ക് ഈ 15-ാമത്തെ ശ്ലോകത്തിലൂടെ നൽകുന്നത്. പരയുടെ പാല് നുകർന്ന ഭാഗ്യവാന്മാർക്കൊരു 10,000 ആണ്ടൊരൽപ്പനേരം, അറിവപര പ്രകൃതിക്ക് അധീനമായാൽ അരനൊടി 1000 ആണ്ടുപോലെ തോന്നും എന്നാണ് ഗുരു പറയുന്നത്. അപ്പൊ നമ്മളും കൃത്യമായിട്ട് അതിന് ആ രീതിയിൽ നമ്മുടെ ഉള്ളിലേക്ക് നോക്കി അതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ ഫലമായിട്ട് എന്താണ് വരുന്നത്? അടുത്ത ശ്ലോകത്തിലേക്ക് വരുമ്പോൾ ഗുരു പറയുന്നു, അധിക വിശാലം മരുപ്രദേശമൊന്നായി നദി പെരുകുന്നതുപോലെ വന്നു നാദം, ശ്രുതികളിൽ വീണ് തുറക്കും അക്ഷിയെന്നും യഥമിയലും യതിവര്യനായിടേണം. അപ്പോ അധിക വിശാല മരുപ്രദേശം, ഇവിടെ നീണ്ട് പരന്ന് കിടക്കുന്ന മരുഭൂമി എന്നുള്ളതാണ് വാക്കിന്റെ അർത്ഥം. അപ്പോ വിശാലമായിട്ടുള്ള ഒരു മരുപ്രദേശം, മരുഭൂമി ഒന്നായി, അതൊന്നാകെ നദി പെരുകുന്നത് പോലെ, നമ്മളുടെ നദിയിൽ വെള്ളം പൊങ്ങുമ്പോൾ പെരുകുമ്പോൾ ഉണ്ടാകുന്ന പോലെ എന്താണ്? നാദം വന്ന്, ആ നാദം, ഓങ്കാരനാദം വന്ന് ശ്രുതികളിൽ വീണ് തുറക്കും. അപ്പോ ആ നാദം നമ്മുടെ കാതുകളിൽ വന്ന് പതിക്കുമ്പോൾ നമ്മുടെ കണ്ണുകളൊക്കെ തുറക്കും. കാരണം പലപ്പോഴും നമ്മളുടെ കാതിലൂടെ കേൾക്കുമ്പോഴാണ് കണ്ണ് തുറന്നത് എന്താണെന്ന് തിരിച്ചറിയുന്നത്. അക്ഷി തുറക്കും, അക്ഷി, അത് ആ കണ്ണ് തുറക്കാനായിട്ട് ഉള്ള ഇടം. യഥം ഇയലും, ഇതിന് ഇടയാകുന്നത് യമനം, നമ്മുടെ മനസ്സിന്റെ ആ ഒരു നിയന്ത്രണം, ഇന്ദ്രിയങ്ങളുടെ നിയന്ത്രണം, യതിവര്യനായിടണം. അപ്പോ ഇങ്ങനെ ആ ഒരു തലത്തിൽ യമനം ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ ആ രീതിയിലേക്ക് മാറി നമ്മൾ ഒരു യതിവര്യനാകണം. അതായത് യതിവര്യൻ എന്ന് പറയുമ്പോൾ നമ്മൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. യോഗിവര്യൻ, യതിവര്യൻ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ആ തലത്തിൽ പൂർണ്ണത നേടുവാനായിട്ട് സന്നദ്ധരായിരിക്കണം. അങ്ങനെ ഒരു യതിവര്യൻ, നമുക്ക് ആത്മസാക്ഷാത്കാരമാണ് നമ്മുടെ ജീവിതത്തിന്റെ പരമമായിട്ടുള്ള ലക്ഷ്യമെന്നുള്ള ബോധ്യത്തോടുകൂടി പോകുന്നവരോടാണ് ഈ പറയുന്നത്. അല്ലാതെ പോകുന്നവര് അപരപ്രകൃതിയിൽ പെട്ടുപോകുന്ന ആളുകൾക്ക് യതിവര്യനാകാൻ പറ്റില്ല. അപ്പോ അത് ആധ്യാത്മികമായിട്ടുള്ള പാതയിലൂടെ മറ്റുള്ളവരെ കാണിച്ച് സഞ്ചരിക്കുന്നവരായാലും അല്ലാത്തവരായാലും, അങ്ങനെ മറ്റുള്ളവരെ കാണിച്ച് സഞ്ചരിക്കുന്നവരാണ് ആശ്രമവാസികൾ, അല്ലെങ്കിൽ ബ്രഹ്മചാരികൾ, സന്യാസിമാർ ഒക്കെ. അപ്പൊ അവരൊക്കെ പരിപൂർണമായിട്ട് ഈ യതിവര്യനാകാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം നടത്തുന്നവരാണ്. അതേപോലെ തന്നെയാണ് ഗൃഹസ്ഥാശ്രമത്തില് ഈ ബ്രഹ്മവിദ്യ പഠിക്കുന്നത്, അല്ലെങ്കിൽ യോഗ വിദ്യ പഠിക്കുന്നത്,
അത് നമ്മൾ അതിന്റെ ആഴത്തിലേക്ക് ധ്യാനത്തിലേക്കൊക്കെ പോകുന്നത്, സമാധി പരിശീലിക്കുന്നതും ഒക്കെ ഇതിനു വേണ്ടി തന്നെയാണ്. ഇങ്ങനെയുള്ള ഒരു പെർഫെക്ഷന് വേണ്ടിയിട്ട്, ഇങ്ങനെയുള്ള ഒരു പൂർണ്ണതയിലേക്ക് മനുഷ്യൻ, അവൻ ആണായാലും ശരി പെണ്ണായാലും ശരി, അപ്പോ സ്ത്രീ പുരുഷ ഭേദമന്യേ അവർക്ക് ആ ഒരു തലത്തിലേക്ക് എത്തിപ്പെടുവാൻ സാധ്യത ഉണ്ട്. അതിനുവേണ്ടി പരിശ്രമിക്കണമെന്നാണ് ഗുരുക്കന്മാര് പറയുന്നത്. അപ്പോ ഇങ്ങനെയുള്ള ഈ മരുപ്രദേശത്ത്, അധിക വിശാല മരുപ്രദേശം, നമ്മൾ വിചാരിക്കുന്നത് ഈ മരുഭൂമിയിലെ ഒരു മരുഭൂമിയിലൊക്കെ മഴ പെയ്യുമ്പോൾ അവിടെയൊക്കെ വെള്ളം കയറുമ്പോൾ ഈ ഉണങ്ങി തരിശായി കിടക്കുന്ന ഭൂമിയിൽ ജലം ഇങ്ങനെ പകർന്ന്, അല്ലെങ്കിൽ ജലം ഇങ്ങനെ ഒഴുകുമ്പോൾ അന്നേരം ഉണ്ടാകുന്ന ഒരു ശബ്ദമുണ്ട്, ഒരു സുഗന്ധമുണ്ട്. അപ്പോ അത് ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു നിറവിന്റെ ഒരു ഭാവമാണ്. അപ്പോ അവിടെ നദി പെരുകുന്നത് പോലെ വന്നു നാദം എന്ന് പറയാം. ഈ നദി നദി ഇങ്ങനെ വളരെ അതിശക്തമായ രീതിയിലേക്ക് ഇങ്ങനെ ഒഴുകി പരക്കുമ്പോൾ, അതിന്റെ കരപ്രദേശങ്ങളിലേക്ക് പരക്കുമ്പോഴൊക്കെ ഒരു പ്രത്യേക ഒരു നാദമാണ്. അത് നമ്മൾക്ക് പറയാം ഓങ്കാരമാണ്. അങ്ങനെയുള്ള ആ ഒരു ഊഷരമായിട്ടുള്ള മനസ്സിലേക്ക്, ഹൃദയത്തിലേക്ക് ഈ ഇതിനെല്ലാം ചലിപ്പിക്കുന്ന, അതിന്റെ ചാലക ശക്തിയായിട്ടുള്ള, എല്ലാത്തിനെയും പ്രകാശിപ്പിക്കുന്ന ആ നാദം ശരിക്കും പറഞ്ഞാൽ ഓങ്കാരമാണ്. അപ്പോ യോഗ ദർശനത്തിൽ, നമ്മളുടെ കുണ്ടലിനി യോഗത്തിലായാലും ശരി, നമ്മൾ പ്രാണായാമത്തിലൂടെ കുണ്ടലിനി ശക്തിയെ ഉണർത്തുമ്പോൾ അത് ഓരോ ഘട്ടങ്ങളിൽ, ഓരോ തലങ്ങളിൽ, ഓരോ ചക്രങ്ങളിൽ വരുമ്പോൾ പ്രത്യേക രീതിയിലുള്ള ശബ്ദം നമ്മൾക്ക് കേൾക്കാം, അനാഹത ധ്വനി. അപ്പൊ ഹൃദയത്തിലാണ് ആ അനാഹത ധ്വനി, ആ അനാഹത ഒരു ചക്രമുണ്ട്. ആ ചക്രം മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഹതം, വിശുദ്ധി, ഇങ്ങനെ ഓരോ ചക്രങ്ങളാണ്. അപ്പോ നമ്മൾ എന്തിലെങ്കിലും തട്ടിയാലാണ് നമുക്കൊരു ശബ്ദം ഉണ്ടാകുന്നത്. ഇവിടെ അനാഹതം അങ്ങനെ ഒന്നിൽ തട്ടി ഉണ്ടാകുന്ന ശബ്ദമല്ല. അപ്പൊ കുണ്ടലിതമായിട്ടുള്ള ആ ശക്തി, ആ ഓങ്കാരം, അപ്പോ അത് കാതുകളിൽ വന്ന് തട്ടുകയാണ്, അത് വന്ന് വീഴുകയാണ്. അപ്പൊ എന്തു പറ്റുന്നു? അങ്ങനെ ഒരു ഓങ്കാരം വന്ന് വീഴുമ്പോൾ അത് കേൾക്കുന്ന ആൾക്കുണ്ടാകേണ്ട ശ്രദ്ധ, ഒരുപക്ഷെ നമ്മളത് സൂചിപ്പിച്ചിട്ടുണ്ട്, ശാസ്ത്രസ്യ ഗുരുവാക്യസ്യ സത്യബുദ്ധ്യവധാരണ സാശ്രദ്ധ. അപ്പൊ അങ്ങനെയുള്ള ശ്രദ്ധയോടുകൂടി ഇരിക്കുന്ന ഒരു സാധകൻ യമി. അപ്പോ ആ ഒരു സാധകന്റെ ഹൃദയത്തിലേക്ക് ഈ ഓങ്കാരം നമ്മുടെ കാതിൽ വന്ന് വീഴുമ്പോൾ അത് അറിവായിട്ട് പരിണമിക്കുകയാണ്. കാരണം ഓങ്കാരം എന്നുള്ളതിന്റെ ആഴങ്ങളിലേക്ക് പോകുന്നു. നമ്മളുടെ ജാഗ്രത, സ്വപ്നം, സുഷുപ്തി, ഈ ജാഗ്രതനെയും സ്വപ്നത്തെയും കുറിച്ച് നമ്മൾ നന്നായിട്ട് വിശകലനം ചെയ്യുമ്പോൾ നമ്മുടെ കാഴ്ചപ്പാട് തന്നെ മാറുകയാണ്, അത് വേറൊരു തലത്തിലേക്ക് മാറുകയാണ്. അപ്പൊ ഇവിടെയും ഗുരു സൂചിപ്പിക്കുന്ന അതാണ്, ഇങ്ങനെ തപം ചെയ്ത് അതിശക്തമായിട്ടുള്ള സാധനയിലൂടെ ഒരു ആളുടെ ശരീരവും മനസ്സും ഹൃദയവുമെല്ലാം എപ്രകാരമാണോ വരണ്ടിരിക്കുന്ന, അശേഷം ജലമില്ലാതിരിക്കുന്ന മരുഭൂമി പോലെ, അത്ര തീക്ഷ്ണമായിട്ടുള്ള ജ്വാല അല്ലെങ്കിൽ ആ ചൂട്, അതിനകത്തേക്ക് ഈ നാദം വന്നു പതിക്കുമ്പോൾ ഉണ്ടാകുന്ന, അതായത് ആ ഊഷരമായിട്ടുള്ള ഭൂമിയിലേക്ക് വളരെ അമൃത് പകരുന്ന ആ നനവ് ഉണ്ടാക്കുന്ന ശബ്ദം എന്ന് പറയുന്നത് ശരിക്കും ഓങ്കാരമാണ്. അപ്പൊ തന്റെ സ്വരൂപത്തെ തിരിച്ചറിയുന്ന നാദം,
നമ്മൾക്ക് എത്രയോ എത്രയോ അറിവുകളാണുള്ളത്. ആ അറിവുകളൊക്കെ നമ്മളുടെ പുസ്തകത്തിൽ വായിക്കുന്നത് മാത്രമല്ല, നമ്മുടെ പുസ്തകത്തിൽ വായിച്ചാലും ഒരു വാക്കിനെ കുറിച്ച് നമ്മൾ അമ്മ എന്ന് പറയുമ്പോൾ ആ വാക്ക് ഉച്ചരിക്കുമ്പോൾ എപ്രകാരമാണോ നമ്മുടെ അമ്മയുടെ, സ്വന്തം അമ്മയുടെ രൂപം, ആ സാന്നിധ്യം, ആ സാമീപ്യം ഒക്കെ നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നത്. അതുപോലെ തന്നെയാണ് ഇവിടെ നമ്മൾ അതിന്റെ വിശാലമായിട്ടുള്ള തലത്തിലേക്ക് എടുക്കുമ്പോൾ ഈ ഓങ്കാരം എല്ലാത്തിനെയും പ്രകാശിപ്പിച്ചുകൊണ്ട് നിൽക്കുന്ന ആ ചൈതന്യം, എല്ലാത്തിന്റെയും അന്തർധാരയായി വർത്തിക്കുന്ന ഊർജം, അത് തന്നെയാണ് ഇവിടെ ഈ തപ്ത ഹൃദയത്തിലേക്ക് ഇങ്ങനെ പ്രവേശിച്ചപ്പോഴുണ്ടായ നാദം. അത് അറിവായി മാറുകയാണ്, അവിടെ പരിണമിക്കുകയാണ്. അപ്പൊ നമ്മൾക്ക് വാക്കുകൾ കൊണ്ട് പറയാവുന്ന അതിനൊരു പരിമിതിയുണ്ട്. മഹർഷിമാരെല്ലാം അങ്ങനെ തന്നെയാണ്. അവർ ഈ അനുഭൂതിയെ പരിമിതമായിട്ടുള്ള വാക്കുകൾ വെച്ചുകൊണ്ട് കാലദേശങ്ങളുടെ ഉള്ളിൽ നിർത്തിക്കൊണ്ട് ഇതിനെ വിശദീകരിക്കുക എന്ന് പറയുന്നത് അസാധ്യമായിട്ടുള്ള കാര്യമാണ്. അവരൊക്കെ അതുകൊണ്ട് വളരെ ലളിതമായിട്ട് അത് സൂചിപ്പിച്ചു. അപ്രാപ്യ മനസാസഹ, അവിടെ മനസ്സെത്തുന്നില്ല. അപ്പോ ഇങ്ങനെ ഓരോ തലങ്ങളിലും മഹർഷിമാർ കൃത്യമായിട്ട് അതിനെ സൂചിപ്പിക്കുന്നുണ്ട്. ശ്രീനാരായണ ഗുരുദേവൻ ആത്മോപദേശ ശതകത്തിന്റെ അവസാന ഭാഗത്ത് പറയുന്നുണ്ട്, സത്വവും ഇതി മൃദുവായി അമരുമ്പോൾ അവിടെ ആ ഒരു മൗന ഘന അമൃതാബ്ദി നമുക്ക് അനുഭവിക്കുവാൻ, അല്ലെങ്കിൽ ആ തലത്തിലേക്ക്, അനുഭവം എന്ന് പറയുമ്പോൾ വീണ്ടും നമ്മൾ കൺഫ്യൂഷനിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പലപ്പോഴും ആ ഒരു വാക്ക് ഉപയോഗിക്കാത്തത്. കാരണം നമ്മളിപ്പോൾ നമ്മുടെ ത്രിപുടിയിൽ നിന്നുകൊണ്ടുള്ള അനുഭവമാണ്. നമ്മൾ അത് വെച്ചിട്ടാണ് പരമ്പൊരുളിനെ അനുഭവിക്കുവാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്നത്. അപ്പോ ഈ പരിമിതമായിട്ടുള്ള മനസ്സും ഇന്ദ്രിയങ്ങളെയും വെച്ചുകൊണ്ട് അപരിമിതമായിട്ടുള്ള ചൈതന്യത്തെ ആര് കാണും, അനുഭവിക്കും? നമ്മൾക്ക് ദേവതാ സങ്കല്പങ്ങളിൽ ആ ദേവതകളെ കാണാം, അവര് പ്രത്യക്ഷപ്പെടും, അവരുടെ ഒരു അനുഭവം നമുക്കുണ്ടാകും, അതിന് പ്രത്യേക ഒരു അനുഭൂതി നമുക്കുണ്ടാകും. പക്ഷെ ആ നാമരൂപങ്ങളെയും അതിവർത്തിച്ചുകൊണ്ട്, ആ നാമരൂപങ്ങൾക്കും പ്രകാശമായി വർത്തിക്കുന്ന ആ ചൈതന്യത്തെ തീർച്ചയായിട്ടും നമുക്ക് കാണാൻ പറ്റില്ല, അനുഭവിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് സത്യം. ഇപ്പൊ നിർവികൽപ്പ സമാധിയിലേക്ക് യോഗി പോകുമ്പോഴും ആ ചൈതന്യത്തെ അനുഭവിക്കുന്നു എന്നുള്ളതല്ല, അവിടെ മനസ്സും ഇന്ദ്രിയങ്ങളും പരിപൂർണമായി അവിടെ നിന്ന് പിന്മടങ്ങി എന്നുള്ളതാണ്. അങ്ങോട്ട് പ്രവേശനമില്ല. അതായത് നമ്മുടെ വ്യവഹാരത്തിൽ നമ്മൾ പറയുന്ന രീതിയിലുള്ള ഒരു പ്രവേശനമല്ല, മറിച്ച് അവിടെ മനസ്സ് സ്വാഭാവികമായിട്ടും കട്ടായി പോവുകയാണ്. അവിടെ പിന്നെ ഉള്ളത് ആ പരമ്പൊരുൾ മാത്രമാണ്. അപ്പൊ അങ്ങനെയുള്ള ആ പരമ്പൊരുളാണ് എപ്പോഴും യഥമിയലും യതിവര്യനായി ആക്കി മാറ്റുന്നത്. അപ്പോൾ അത് നമ്മൾ ഗൃഹസ്ഥാശ്രമി എന്ന് പറയുമ്പോഴും സന്യാസി എന്ന് പറയുമ്പോഴും ബ്രഹ്മചാരി എന്ന് പറയുമ്പോഴും വാനപ്രസ്ഥാശ്രമി എന്നൊക്കെ പറയുമ്പോഴും അതൊക്കെ ഈ ശരീരത്തിന്റെയും മനസ്സിന്റെയും ബാഹ്യമായിട്ടുള്ള ഇടപെടലുകൾ കൊണ്ട് സംഭവിച്ചിരിക്കുന്ന ചില കാര്യങ്ങളാണ്. പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ അവര് ആ പരമ്പൊരുളാണ് എന്നുള്ള തിരിച്ചറിവിലേക്ക് മാറണം. അതാണ് കരണീയമായിട്ടുള്ളത്. ഈ മനുഷ്യജന്മം അർത്ഥപൂർണമാകാനായിട്ട് സാധിക്കുന്നത് എന്ന് ഗുരു ഇവിടെ ശക്തമായിട്ട് സൂചിപ്പിക്കുകയാണ്. അധിക വിശാലമരുപ്രദേശമൊന്നായി നദി പെരു ശ്രുതികളിൽ വീണു തുറക്കുമക്ഷിയെന്നും യഥമിയലും യതിവര്യനായിടേണം. അങ്ങനെ ആ 16-ാമത്തെ ശ്ലോകത്തില് സാമാന്യമായിട്ട് നമ്മളൊന്ന് അതിനെയും മനസ്സിലാക്കാനായിട്ട് നമ്മൾ ശ്രമിച്ചു എന്നുള്ളതാണ്. ബാക്കിയൊക്കെ നമ്മൾ നമ്മുടെ നിരന്തരമായിട്ടുള്ള മനനത്തിലൂടെ, വിചാരത്തിലൂടെ സംശയ ദൂരീകരണം. അപ്പോ ഇതൊക്കെ നമുക്ക്
നന്നായിട്ട് സംശയം ഇല്ലാതെ വരണമെങ്കിൽ ധ്യാനത്തിന്റെ ആഴങ്ങളിലേക്ക് നമ്മൾ പോകണം. ഈ ശ്ലോകത്തിലൂടെ ഗുരു വരച്ചു കാട്ടാൻ ശ്രമിക്കുന്ന ആ വാക്കുകളുടെ അർത്ഥതലങ്ങളിലേക്ക്, അതിന്റെ ആഴങ്ങളിലേക്ക് നമ്മൾ പോകുമ്പോഴാണ് നമ്മൾ അറിയാതെ ആ ഒരു സമാധി തലത്തിലേക്ക്, അല്ലെങ്കിൽ ആ മനസ്സിന്റെ പരിപൂർണമായിട്ടുള്ള ഇല്ലായ്മയിലേക്ക്, ആ ചൈതന്യം മാത്രമായിട്ട് നിൽക്കുന്ന ആ ഒരു തലത്തിലേക്ക് നമുക്ക് മാറാൻ സാധിക്കുന്നു. തീർച്ചയായിട്ടും അതും നമ്മൾക്ക് എത്രയും പെട്ടെന്ന് സാധിക്കണമെന്നാണ് പറയാൻ. പിന്നെയോ 17ാമത്തെ ശ്ലോകത്തിലേക്ക് വരുമ്പോൾ, അഴലെഴും അഞ്ചിതളാർന്ന് രണ്ടു തട്ടായി ചുഴലും അനാദി വിളക്ക് തൂക്കി ആത്മാ നിഴലുരുവായി എരിയുന്നു നെയ്യതോ മുൻ പഴകിയ വാസന വർത്തി വൃത്തിയത്രേ. അപ്പോ അഴലെഴും, അഴൽ അവിടെ ദുഃഖമെന്നൊരർത്ഥമുണ്ട്, തീ നാളം എന്നുള്ള അർത്ഥമുണ്ട്. അങ്ങനെ തീ അഴലെഴും, എരിഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ദീപം എരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, തീ എരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 5 ഇതളാർന്ന്, അതിന് 5 ഇതളുകളാണ് പഞ്ചേന്ദ്രിയങ്ങൾ. അപ്പോ ഇങ്ങനെ ആ ഇതളുകളോട് കൂടിയതും 2 തട്ടായി, അവിടെ 2 തട്ടുകൾ, ജനനവും മരണവും, ചുഴലും, ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള അനാദി വിളക്ക്. അപ്പോ ഇവിടെ അനാദിയായിട്ടുള്ള, ഇതിന്റെ തുടക്കം എവിടെയാണ്, അതിന്റെ ഒടുക്കം എവിടെയാണ് എറിഞ്ഞുകൂടാത്ത അനാദിയായിട്ടുള്ള വിളക്ക് തൂക്കി ആത്മാ, അത് തൂക്കിയിട്ടിരിക്കുന്ന പോലെയാണ്. അതിലാണ് ഇത് എരിയുന്നത്. ആത്മാവ് നിഴൽ ഉരുവായി, സ്വന്തം നിഴലിനെ ഉരുവായി ശരീരമാക്കിക്കൊണ്ട് എരിയുന്നു, അത് ജ്വലിച്ചുകൊണ്ട് നിൽക്കുന്നു. മുൻ പഴകിയ വാസന നെയ്യതോ. അപ്പോ ഇത് എരിയണമെങ്കിൽ അതിന് ആ വിളക്കിൽ എണ്ണ വേണം, അല്ലെങ്കിൽ നെയ്യ് വേണം. അതെന്താണ്? മുൻ പഴകിയ വാസന. അത് നമ്മുടെ മുൻ ജന്മങ്ങളിൽ നമ്മൾ കളക്ട് ചെയ്ത് വെച്ചിട്ടുള്ള പഴകിയ വാസനയാണ് ഈ നെയ്യായിട്ട് ഇവിടെ ഈ പഞ്ചേന്ദ്രിയങ്ങളുടെ ഈ 5 ഇതളാർന്ന 2 തട്ടായിട്ട് ജനനവും മരണവുമായിട്ട് നമ്മളിങ്ങനെ കത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. വൃത്തി എത്രയും. അപ്പോ ശരിക്കും ഇത് കത്തണമെങ്കിൽ തിരിയിടണം. നെയ്യ് വെറുതെ കത്തില്ല. ആ നെയ്യില് ഒരു തിരിയിട്ട് കൊടുത്താലാണ് അത് ജ്വലിക്കുന്നത്. അപ്പൊ ഇവിടെ ഈ 5 ഇതളാർന്ന് നിരന്തരമായിട്ട് ജ്വലിച്ചുകൊണ്ടിരിക്കുന്നു. 2 തട്ടാണ്, ജനനവും മരണവും. അത് ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനൊരു പരിപൂർണമായിട്ടുള്ള സ്റ്റോപ്പ് ഇടാൻ നമുക്ക് സാധിക്കുന്നില്ല. കാരണം അതിനകത്ത് ഈ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ എരിഞ്ഞുകൊണ്ടിരിക്കുന്ന, ആ പഞ്ചേന്ദ്രിയങ്ങളിൽ ഇട്ടിരിക്കുന്ന അതിന്റെ തിരി എന്ന് പറയുന്നത്, ഈ തിരിയെ കത്തിക്കാൻ ഉപയോഗിക്കുന്നത് നമ്മളുടെ വാസനകളാണ്. അപ്പോ വെറുതെ തിരി കത്തിച്ചാൽ അത് കരിന്തിരി കത്തിപ്പോവും. പക്ഷെ അത് അതോടുകൂടി തീരും. ഇവിടെ അതല്ല, കരിന്തിരിയല്ല കത്തുന്നത്, മറിച്ച് ഈ നെയ്യ് ഒഴിച്ച് കത്തിക്കുകയാണ്. അത് അണയുന്നില്ല. കാരണം ഈ നെയ്യ് ഇങ്ങനെ ഒഴിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതായത് നമ്മുടെ ജനന മരണങ്ങൾ നിലയ്ക്കാതെ അനാദിയായിട്ട് അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് കരിന്തിരി കത്തണമെങ്കിലോ, അത് സ്റ്റോപ്പ് ആക്കണമെങ്കിലോ ആ വാസനകളാകുന്ന നെയ്യ് ഒഴിക്കാതിരിക്കണം. അഥവാ വാസനകളെ നമ്മൾ എന്നേക്കുമായിട്ട് എരിച്ചു കളയണം. അപ്പൊ ഇപ്പോ നമ്മുടെ നിയന്ത്രണത്തിലല്ല ഇത് പോകുന്നത്. കാരണം നമ്മൾ തിരിച്ചറിയുന്നില്ല. നമ്മൾ യാന്ത്രികമായിട്ട് നമ്മുടെ വണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ യാന്ത്രികത വിട്ട് നമ്മളിൽ ഒരു അവയർനെസ് ഡെവലപ്പ് ആവണം.
ഒരു അവബോധം ഉണ്ടാകണം. അങ്ങനെ വരുമ്പോഴാണ് ഈ അനാദിയായിട്ടുള്ള ഈ വിളക്ക്, ആ തൂക്കിയിട്ടിരിക്കുന്ന ആ ആ തട്ടുകൾ, അതിനകത്തുള്ള ആ നെയ്യ്, അതിനകത്തിട്ടിരിക്കുന്ന തിരികൾ, ഇതൊക്കെ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുകയാണ്. അപ്പോ ഇതിനെ നമുക്ക് ഈ പഴകിയ വാസന അതിനെ പരിപൂർണമാക്കി മാറ്റുക എന്നുള്ളത് നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ്. അപ്പൊ നമ്മളുടെ വാസനകൾ എന്നേക്കുമായിട്ട് ഇല്ലാതായാൽ മാത്രമേ നമ്മൾ ആഗ്രഹിക്കുന്ന ആ ആത്യന്തികമായിട്ടുള്ള സുഖം നമുക്ക് ഉണ്ടാകുകയുള്ളൂ. അതിൽ നമുക്ക് ലയിച്ചു ആഴണം വാഴണം നിത്യം, വാഴണം വാഴണം സുഖം. അപ്പൊ ആ ഒരു തലത്തിലേക്ക് വരുമ്പോൾ മാത്രമാണ് നമുക്ക് പരിപൂർണമായിട്ടുള്ള സുഖം. നാൽപ്പം അസ്തി നാൽപ്പേ സുഖമസ്തി, അല്പത്തിൽ സുഖമില്ല എന്ന് മഹർഷി പറയാണ്. കാരണം നൈമിഷികതയിൽ ആനന്ദമില്ല, സുഖമില്ല. അത് അല്പനിമിഷത്തേക്ക് മാത്രമേ ഉള്ളൂ. അപ്പോ അതല്ല മനുഷ്യൻ നേടേണ്ടത് എന്ന് യാതൊരു സംശയത്തിനും ഇടവരാത്ത രീതിയിൽ ഇവിടെ ഗുരു നമ്മളോട് പറഞ്ഞു വെക്കുകയാണ്. അപ്പൊ ഇതിനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? ഇല്ലാതാക്കാൻ പറ്റണം. ഇവിടെ പഞ്ചേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും ഒക്കെ അതിശക്തമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എത്രയോ പ്രലോഭനങ്ങളാണ് നമുക്കുണ്ടാകുന്നത്. ഇപ്പോ മഹർഷിമാര് സൂചിപ്പിക്കുന്നുണ്ട്, ഗൃഹസ്ഥാശ്രമം കഴിഞ്ഞാൽ പിന്നെ വാനപ്രസ്ഥാശ്രമത്തിലേക്ക് പതിയെ ചുവട് മാറ്റണം. അത് കഴിയുമ്പോൾ സന്യാസത്തിലേക്ക് ചുവട് മാറ്റണം. അതല്ലാതെ ഈ വാസനകൾ, കാരണം അവിടെ അവർ പറയാൻ കാരണം ഈ വാസനകളെ കൃത്യമായി എരിച്ചു തീർക്കാനുള്ള ഒരു വേദിയായിട്ട് ഗൃഹസ്ഥാശ്രമത്തെ കണ്ടിട്ട് അതിന് ഒരു പരിമിതി വെക്കണം, ഒരു പരിധി. അത് കഴിയുമ്പോൾ സ്വയമേവ നമ്മൾ അതിൽ നിന്ന് മാറി പിൻവലിഞ്ഞ് നമ്മൾ സ്വയം റിട്ടയർമെന്റ് എടുത്ത് നമ്മൾ ഇനി ഒരു ജന്മം ഇവിടെ ദുഃഖിക്കാൻ വേണ്ടി വരരുത് എന്നുള്ള ബോധ്യത്തിൽ അവര് മാറണം. അത് മാറാതെ ഇരിക്കുക എന്നുള്ളത് നമ്മൾ മുൻപ് പറഞ്ഞ പോലെയാണ്, അത് അപരപ്രകൃതിയാണ്. ഈ ഒട്ടകം മുൾച്ചെടി തിന്നിട്ട് അതിൽ സന്തോഷിക്കുന്ന പോലെയാണ്. മുൾച്ചെടി തിന്നുന്ന സമയത്ത് ആ മുള്ളുകൊണ്ട് വായുടെ അകമെല്ലാം കീറും, മുറിയും. ആ മുറിവിൽ നിന്ന് രക്തം വരും. അതിനെ രണ്ടിനെയും കൂടി മിക്സ് ചെയ്തുകൊണ്ടാണ്, ചവച്ചരച്ചിട്ടാണ് ഇത് കഴിക്കുന്നത്. അതിന്റെ വിചാരം ഈ മുൾച്ചെടിയിൽ നിന്ന് ഉള്ള സ്വാദാണ് അതെന്ന. അപ്പൊ തീർച്ചയായിട്ടും അങ്ങനെയല്ല എന്ന് നമ്മളുടെ അടുത്ത് സൂചിപ്പിക്കുന്ന ആരാണ്? ആ വഴിയിലൂടെ സഞ്ചരിച്ചിട്ടുള്ള അനുഭവ സമ്പത്തുള്ള ജ്ഞാനികളായിട്ടുള്ള ഗുരുക്കന്മാരാണ്. അപ്പൊ അവരുടെ വാക്കുകളെ തൃണവൽഗണിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ദുഃഖമല്ലാതെ, മാനസികമായിട്ടുള്ള പിരിമുറുക്കമല്ലാതെ മറ്റൊന്നും ഉണ്ടാവില്ല. നമുക്ക് എപ്പോഴും അശാന്തിയാണ്. പലപ്പോഴും മക്കളൊന്നും കൂടെ ഉണ്ടാവില്ല, അവരൊക്കെ വിദേശത്തായിരിക്കാം, അച്ഛനും അമ്മയും ഒന്നിച്ചുണ്ടാവുള്ളൂ. അപ്പൊ ഇവിടെയൊക്കെ നമ്മൾ വീണ്ടും ഇവരുടെ സാമീപ്യം നമ്മൾ ആഗ്രഹിക്കുന്നു. അത് വാസനകളായിട്ട് വീണ്ടും അവിടെ ഉണ്ടാകുന്നു. ഇങ്ങനെ നിരന്തരമായിട്ട് ഈ പഴകിയ വാസന വീണ്ടും വീണ്ടും നമ്മൾക്ക് പുനർജന്മവും ജനനവും മരണവും നമുക്ക് തന്നുകൊണ്ടിരിക്കും. അപ്പോ അത് നമുക്ക് വേണ്ട എന്നുള്ള അറിവിലേക്ക് നമ്മൾ പതിയെ കടക്കണം. ആ രീതിയിലേക്ക് നമ്മൾ ചിന്തിക്കണം. അങ്ങനെ വരുമ്പോൾ മാത്രമാണ് നമ്മളുടെ ദൈനംദിന ജീവിതത്തിലെ ദുഃഖങ്ങൾക്ക്, ടെൻഷന് ശാശ്വതമായിട്ടുള്ള പരിഹാരമാവുകയുള്ളൂ. തീർച്ചയായിട്ടും ആ രീതിയിൽ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. അഴലെഴുമഞ്ചിതളാർന്നു രണ്ടു തട്ടായി ചുഴലുമനാദി വിളക്കു തൂക്കിയാത്മ
നിഴലുരുവായെരിയുന്നു നെയ്യതോ മുൻ പഴകിയ വാസന വർത്തി വൃത്തിയത്രേ. അപ്പൊ എല്ലാവരും ആ രീതിയിലേക്ക് കുറച്ച് ശ്രദ്ധ കൊടുക്കുക. എല്ലാ ഗുരുക്കന്മാരുടെയും അനുഗ്രഹം എപ്പോഴും ഉണ്ടാകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇവിടെ നമ്മൾ നിർത്തുകയാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് സംശയങ്ങൾ ഉണ്ട് എങ്കിൽ ചോദിക്കാം. ഹരിയോം സ്വാമി. ആ ഹരിയോം. ലാസ്റ്റ് ചൊല്ലിയ അഴലെഴും അഞ്ചു തളാർന്നു രണ്ടു തട്ടായി ചുഴലും അനാദി വിളക്ക് തൂക്കി ആത്മാ നിഴലുരുവായി എരിയുന്നു നെയ്യന്തോ, അതെനിക്ക് ശരിക്കും മനസ്സിലായില്ല. അതിന്റെ ആകെ ഒരു രത്ന ചുരുക്കം എനിക്ക് ശരിക്കും മനസ്സിലായില്ല. അതായത് നമ്മളുടെ ഒരു ജീവന്റെ ഒരു അവസ്ഥയെ കുറിച്ചാണ് ഗുരു പറയുന്നത്. അപ്പോ ഈ ജീവൻ, ഇപ്പൊ നമ്മൾ ഓരോ ജീവനാണ്, ഈ ശരീരം എടുത്ത് ഇവിടെ ജീവിക്കുകയാണ്. അപ്പൊ ഇതിനകത്ത് പഞ്ചേന്ദ്രിയങ്ങളുണ്ട്. ആ പഞ്ചേന്ദ്രിയങ്ങളാണ് ഇവിടെ 5 ഇതളാർന്ന് ഇവിടെ ഈ വിളക്കായിട്ട് ഇവിടെ പ്രകാശിച്ചുകൊണ്ട് അല്ലെങ്കിൽ എരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ ചുഴലും അനാദി വിളക്ക്, അത് അനാദിയായിട്ട് ഇങ്ങനെ വരികയാണ്. എന്തുകൊണ്ടാണ്? അനാദി വിളക്ക് തൂക്കി അതിങ്ങനെ നിർത്തിയിരിക്കുകയാണ്, അത് എരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് കാരണം എന്തുകൊണ്ടാണ്? നമ്മളുടെ വാസനകൾ. അതുകൊണ്ടാണ് ആത്മാ നിഴലുരുവായി, നമ്മുടെ നിഴലാണ് ഇവിടെ. ഈ നിഴൽ എന്ന് പറയുന്നത് നമ്മുടെ സൂക്ഷ്മമായിട്ടുള്ള ശരീരം, അതൊക്കെ നമുക്ക് അങ്ങനെ അതിന് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. അപ്പോ ഇതിന്റെ പുറകിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഇതെല്ലാം ഇവിടെ എരിഞ്ഞുകൊണ്ടിരിക്കുന്നത്, നമ്മളിവിടെ ദുഃഖിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ കാരണം പഴകിയ വാസനകളാണ്. അത് നെയ്യായിട്ട് അവിടെ ഗുരു പറയുന്നത്. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ഇവിടെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് ഈ ഭൗതികമായിട്ടുള്ള സുഖങ്ങളൊക്കെ തേടി അലഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അത് ഒരിക്കലും അവസാനിക്കുന്നില്ല. അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം പുനർജന്മം അല്ലെങ്കിൽ നമ്മുടെ വാസനകൾ വീണ്ടും വീണ്ടും നമ്മളെ ദുഃഖത്തിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനെ നമ്മൾക്ക് നിർത്തണം. അപ്പൊ നിർത്തണമെങ്കിൽ അതിന്റെ കാരണം കണ്ടെത്തണം. ആ കാരണമാണ് ഇവിടെ ഗുരു സൂചിപ്പിക്കുന്നത്. അപ്പൊ നമ്മുടെ ഈ ദുഃഖമയമായിട്ടുള്ള ഈ സംസാര ജീവിതം സുഖകരമാക്കാൻ വേണ്ടിയിട്ട് ആണ് ഗുരു സൂചിപ്പിക്കുന്നത്. ആത്യന്തികം നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്നത് ആത്യന്തികമായിട്ടുള്ള സുഖമാണ്. ആരും ദുഃഖം ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മൾക്ക് കൊച്ചു കൊച്ചു സുഖങ്ങളിൽ നമുക്ക് തൃപ്തിയില്ലാതെ വരുന്നത്. ആത്യന്തികമായിട്ടുള്ള സുഖത്തിലേക്ക്, ഈ ഭൗതികമായിട്ടുള്ള എല്ലാ സുഖ സൗകര്യങ്ങളും നമ്മൾ ഉണ്ടായിരിക്കുമ്പോഴും അതൊന്നും എനിക്ക് തൃപ്തിയല്ല എന്ന് കാണിച്ചുകൊണ്ടാണ് നമ്മൾ ഗാഠമായിട്ടുള്ള നിദ്രയിലേക്ക്, അവിടെ ഈ പറഞ്ഞ പോലെ പരിമിതമായിട്ടുള്ള സുഖമല്ല, അത് അപരിമിതമായിട്ടുള്ള, അവിടെ ടൈം ആൻഡ് സ്പേസ് ഇല്ല, അവിടെ മനസ്സില്ല, മറ്റു ഇന്ദ്രിയങ്ങളോ ഒന്നുമില്ല. അപ്പൊ നമ്മളുടെ സ്വന്തം ആ ഒരു അനുഭവം അല്ലെങ്കിൽ നമ്മളുടെ ശരിക്കുള്ള സ്വരൂപം എന്താണ് എന്ന്, ആ സ്വരൂപത്തിലേക്കാണ് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഗാഠനിദ്രയിലേക്ക് പോകുന്നത്. നേരെ മറിച്ച് നമ്മൾ യമനിയമ ആസന പ്രാണായാമാദികളിലൂടെ മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയൊക്കെ ബലമായി അടക്കി വെച്ചിട്ട്, പക്ഷെ അവിടെ ഈ ബലമായി അടക്കി വെക്കുമ്പോൾ നമ്മളുടെ ഈ വാസനകൾ അവിടെ പരിപൂർണമായിട്ട് ഇല്ലാതാകുന്നില്ല, തീരുന്നില്ല. അത് എരിച്ചു തീർക്കണമെങ്കിൽ ശരിക്കും അവിടെ അറിവ് കൂടി വരണം. അപ്പോ ഇല്ലാത്തത് കൊണ്ടാണ് വീണ്ടും അവർ തിരിച്ചു വരുന്നത്. എങ്കിലും ഞാൻ സൂചിപ്പിക്കുകയാണ്, ഈ യമനിയമ ആസന പ്രാണായാമാദികളിലൂടെ മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും തൻ്റെ വരുതിയിൽ നിർത്തിക്കൊണ്ട് എന്ത് ചെയ്യുന്നു? ആ പരമ്പൊരുളിലേക്ക് ലയിച്ചു ചേരുകയാണ്. അങ്ങനെ എത്ര സമയം, അതാണ് സമാധി, നിർവികൽപ്പ സമാധി എന്നൊക്കെ പറയുന്നത്. പക്ഷെ ആ നിർവികൽപ്പ സമാധി ഇത്ര സമയം എന്നുള്ള സങ്കല്പത്തിലാണ് പോകുന്നത്. വീണ്ടും തിരിച്ച് ഇവിടേക്ക് വരികയാണ്. അപ്പോഴും ഈ വാസനകളാണ് ഇവിടെ നിഴലുരുവായി എരിയുന്നു പഴകിയ വാസന. അപ്പൊ ഈ വാസനകളാണ് വീണ്ടും ഇവിടെ എരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഗുരുക്കന്മാര് പറയുന്നത് അതിനെയെല്ലാം പരിപൂർണമായിട്ട് നമുക്ക് എരിച്ച് കളയണം. പിന്നീട് ഒരു ജന്മമില്ലാത്ത രീതിയിലേക്ക് നമ്മൾ മാറണം. അപ്പോ ആ ജന്മത്തിന് കാരണമായി നിൽക്കുന്നതിനെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ 5 ഇതളാർന്ന് 2 തട്ടം ജനന മരണങ്ങളാണ്. അത് ചുഴന്നുകൊണ്ടിരിക്കുകയാണ്. അനാദി വിളക്ക് തൂക്കി
ആത്മാ നിഴലുരുവായിരിക്കുന്നു. അപ്പൊ ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ അത് കുറച്ചും കൂടി നന്നായിട്ട് വായിച്ച് നമ്മൾ ധ്യാനിച്ച് അല്ലെങ്കിൽ അതിന്റെ അർത്ഥങ്ങൾ വീണ്ടും വീണ്ടും നമുക്ക് സംശയങ്ങൾ ഉണ്ടാവും. കാരണം നമ്മൾ ചിന്തിക്കുന്ന ഒരു വഴിയിലൂടെ അല്ല നമ്മളിപ്പോ ശുദ്ധമായിട്ടുള്ള ബ്രഹ്മവിദ്യ ആത്മവിദ്യയിലേക്ക് കടക്കുമ്പോൾ ചില പ്രശ്നങ്ങൾ വരും. അത് മാറിക്കോളും. അപ്പൊ സാമാന്യമായിട്ട് ഇതാണ് അതിന്റെ ഒരു അർത്ഥം. ഒന്നുകൂടി ആലോചിച്ച് നോക്കിയിട്ട് മനസ്സിലായിട്ടില്ലെങ്കിൽ ചോദിച്ചാൽ ഒന്നുകൂടി പറഞ്ഞുതരാം. ഹരിയോ. അതുപോലെ 16-ാമത്തെ ശ്ലോകത്തിനകത്ത് യഥമിയലും, ആ വാക്കിന്റെ അർത്ഥം എന്താ? യഥമിയലും യതിവര്യനായിടണം. യഥമിയലും യഥമിയലും എന്ന് പറയുന്നത് നമ്മളുടെ മനസ്സിന്റെ ഇന്ദ്രിയങ്ങളുടെയൊക്കെ കൺട്രോൾ ചെയ്യുന്ന അവസ്ഥയാണ്. യമി എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്. നമ്മുടെ ഇന്ദ്രിയങ്ങളെ പരിപൂർണമായിട്ട് നിയന്ത്രിച്ചു നിർത്തിയിരിക്കുന്ന അവസ്ഥയാണ്. അങ്ങനെയുള്ള ഒരാൾക്ക് മാത്രമേ ആ യതിവര്യനാകാൻ പറ്റുള്ളൂ. അപ്പൊ യതിയുടെ അല്ലെങ്കിൽ ആ ഒരു തലത്തിലേക്ക് വരുന്ന ആളുടെ ക്വാളിഫിക്കേഷൻ ആണ് ഈ യമം, നിയമം, ഈ വക കാര്യങ്ങൾ. അതാണ് യഥം ഇയലും മനസ്സിന്റെയും ഇന്ദ്രിയങ്ങളുടെയും പരിപൂർണമായിട്ടുള്ള നിയന്ത്രണം ആർക്കാണോ കിട്ടിയിട്ടുള്ളത് അയാളെ ഉദ്ദേശിച്ചിട്ടാണ് പറയുന്നത്. അങ്ങനെ ഒരാളാണ് യതിവര്യനാകുന്നത്. അതായത് നമ്മളുടെ ആധ്യാത്മികമായിട്ടുള്ള തലത്തിലേക്ക് യോഗ്യത നേടിയവനാണ്. അതിന്റെ യോഗ്യത എന്ന് ഇത്രേ ഉള്ളൂ: ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും ഒക്കെ പരിപൂർണമായിട്ട് കൺട്രോളിൽ കൊണ്ടുവരുന്നതാണ്. പിടികിട്ടിയോ? പിടികിട്ടി. അല്പം ശരിക്കും ഇത് യഥമിയലും അർത്ഥം മനസ്സിലായി. ഹരിയോം സ്വാമിജി, എനിക്കൊരു കാര്യം 17-ാമത്തെ ശ്ലോകത്തില് നമ്മുടെ ശരീരമാകുന്ന പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് നിർമ്മിതമായ ശരീരമാകുന്ന വിളക്കില് നാളം എന്ന് പറയുന്നത് ആത്മാവല്ലേ സ്വാമിജി? നാളം അല്ല, ഇവിടെ പറയുന്ന ആ 5 തളാർന്ന ചുഴലും അനാദി നാളം എവിടെയാ പറഞ്ഞിരിക്കുന്നത്? അല്ല, പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് നിർമ്മിതമാണല്ലോ ശരീരം. അപ്പം അത് വിളക്കാണെങ്കിൽ നാളം ആത്മാവ് ആണെന്ന് അങ്ങനെ മനസ്സിലാക്കാം. ഇവിടെ പക്ഷേ ഇവിടെ എരിഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ ജീവനാണ്. പരമ്പൊരുള് അതിന് സാക്ഷിയായിട്ടിരിക്കുന്നതാണ്. ഇവിടെ നമ്മൾ ഈ പരമ്പൊരുളിന് യാതൊരുവിധ മാറ്റങ്ങളും ഉണ്ടാകുന്നില്ല. ഇവിടെ എരിഞ്ഞുകൊണ്ടിരിക്കുന്ന എന്താണ്? നമ്മൾ ദുഃഖിതരായിട്ട് നമ്മുടെ ഈ ജീവൻ ഇവിടെ നമ്മൾ ഇങ്ങനെ എരിയുന്നത് നമ്മൾ കാണുന്നത് അതാണ്. അപ്പൊ അതിന് നമുക്ക് ആ ദുഃഖത്തിൽ നമുക്ക് വെളിയിലേക്ക് വരണം. അതാണ് അതിന്റെ ഇത് വരുന്നത്. കാരണം ഇത് എത്രയോ ഇതായിട്ട് അതിന് ഇങ്ങനെ എരിഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് എത്രയോ വർഷം, എത്രയോ ജന്മങ്ങളായിട്ട്. അതുകൊണ്ട് തന്നെ അവിടെ പറയുന്നത് ചുഴലും അനാദി വിളക്ക്. അത് ഈ അനാദി വിളക്ക് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഈ പരമ്പൊരുളിനാണ്, ഇതിന് സാക്ഷിയായിട്ട് വർത്തിക്കുന്നതാണ്. പക്ഷെ അത് ഈ അതിന്റെ ഒരു ഛായ അല്ലെങ്കിൽ അതിന്റെ ഒരു നിഴല് ആയിട്ടാണ് ജീവനെ നമ്മൾ കാണുന്നത്. പക്ഷെ ആ ജീവൻ എപ്പോഴും ഞാൻ ദുഃഖിയാണ്, എനിക്ക് ഇങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് എപ്പോഴും പരിഭവങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. പക്ഷെ തന്റെ സ്വരൂപം എപ്പോഴും ആ പരമമായിട്ടുള്ള വിളക്കാണ്, എപ്പോഴും സാക്ഷിയായിരിക്കുന്നതാണ്, അതിനൊരു മാറ്റം ഇല്ലാത്തതാണ് എന്നുള്ള തിരിച്ചറിവ് വരുന്നില്ല. അതെപ്പോഴും വഴിതെറ്റിപ്പോവുകയാണ്. അതാണ് ഇവിടുത്തെ പ്രശ്നം വന്നിരിക്കുന്നത്. അതിനെ നമ്മൾ തിരുത്തുക എന്നുള്ളതാണ്. ഭഗവത്ഗീതയിലെ പുരുഷോത്തമ യോഗത്തിൽ പറഞ്ഞിരിക്കുന്ന അശ്വത്വം ആദിയില്ല അന്തമില്ല എന്ന് പറയുന്നത്, അത് ഇതുമായിട്ട് ബന്ധമുണ്ടോ സ്വാമി? അതെ, ആദിയും അന്തവും ഇല്ലാത്തതാണല്ലോ ഈ നമ്മൾ സാക്ഷിയായിട്ട് വർത്തിക്കുന്ന പരമ്പൊരുൾ എന്ന് പറയുന്നത്. അതിന് ആദിയും അന്തമൊന്നുമില്ല. അത് നമുക്ക് പക്ഷെ ആ ആദി അന്തമില്ലാത്ത ഒരു ഇതിനെ കുറിച്ചല്ല ഇവിടെ സൂചിപ്പിക്കുന്നത്. നമ്മുടെ വാസനകൾ എപ്പോൾ എവിടെ തുടങ്ങി എന്നുള്ളത്. ഈ വാസനയ്ക്ക് അന്തമുണ്ട്, പക്ഷെ അതിന് ആദിയില്ല.
വാസനകൾ നമുക്ക് എവിടെ തുടങ്ങി നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം അത് ഏതോ സമയത്ത് തുടങ്ങി. പക്ഷെ നമ്മൾ ഈ തിരിച്ചറിവ് വരുമ്പോൾ ഞാൻ ഇതല്ല എന്നുള്ള തിരിച്ചറിവ്, കാരണം ഈ നമ്മുടെ കൊച്ചു കൊച്ചു സുഖങ്ങളിൽ പെട്ട് ഭൗതികമായിട്ടുള്ള കാര്യങ്ങളിൽ പെട്ട് നമ്മളിങ്ങനെ പോകുന്നത് കൊണ്ടാണ് നമ്മൾ വഴിതെറ്റി പോകുന്നത്. നേരെ മറിച്ച് അതല്ല എൻ്റെ സ്വരൂപം എന്ന്, അല്ലെങ്കിൽ ഈ വാസനകൾ എൻ്റെ എന്താ പറയുന്നത്, അത് എന്നെ വഴിതെറ്റിക്കുന്നതാണ്, അല്ലെങ്കിൽ ഈ മനസ്സിനെ വഴിതെറ്റിച്ചു കൊണ്ടുപോകുന്നതാണ് എന്നുള്ള തിരിച്ചറിവിലേക്ക്, ഭൗതികമായിട്ടുള്ള സുഖത്തിന്റെ പുറകെ നമ്മളിങ്ങനെ ഓടുന്നത് ചിന്തയില്ലാത്തത് കൊണ്ട് തന്നെയാണ്. തന്നെയല്ല, അതാണ് സത്യം എന്നുള്ളതാണ് നമ്മുടെ വാസനയായിട്ട് കിടക്കുന്നത്. ഇപ്പൊ ഞാൻ പാപിയാണ്, ഞാൻ ദുഃഖിയാണ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? എൻ്റെ സ്വരൂപത്തെ, ഈ പരമ്പൊരുളിന്റെ യഥാർത്ഥത്തിലുള്ള സ്വരൂപത്തെ തിരിച്ചറിയാൻ പറ്റാത്തത് കൊണ്ടാണ് ആ വിഷയം അവിടെ കിടക്കുന്നത്. അപ്പൊ അത് എപ്പോഴാണോ തിരിച്ചറിയുന്നത് അതോടുകൂടി അവിടെ കട്ടായി, പിന്നെ അതോടുകൂടി പിന്നെ അത് പിന്തുടരുന്നില്ല. അതുകൊണ്ട് എപ്പോഴാണോ ജ്ഞാനം നമുക്ക് കിട്ടുന്നത് ആ നിമിഷം തുടങ്ങി ഗീത പറയുന്ന പോലെ എന്താണ് അവിടുത്തെ ആ ഒരു സ്ഥിതപ്രജ്ഞൻ എന്ന് പറയുന്ന അവിടെയാണ്. സ്ഥിതപ്രജ്ഞൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ പ്രജ്ഞ ഇതില് സ്ഥിതമായി, അവിടെ പിന്നെ യാതൊരു മാറ്റം ഉണ്ടാവുന്നില്ല. ആ വ്യക്തിയെ നമ്മൾ, വ്യക്തി എന്ന് പിന്നെ നമുക്ക് പറയാൻ പറ്റില്ല, ആ പുണ്യാത്മാവിനെ നമ്മൾ പറയുന്നതാണ് ജീവൻ മുക്തൻ എന്ന്. എപ്പോഴാണോ ഈ തിരിച്ചറിവില് പരിപൂർണമായിട്ടുള്ള ഉറപ്പ് കിട്ടിയിട്ടുള്ളത്, അതിനെയാണ് ഗീത പറയുന്ന ആ ഒരു ജീവൻ മുക്താവസ്ഥ, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെയുള്ള ആ ഒരു ഇത് പറയുന്നു. അപ്പൊ അത് നിരന്തരമായിട്ടുള്ള ആ ഒരു അന്വേഷണത്തിലൂടെ അല്ലെങ്കിൽ ആ ഒബ്സർവേഷനിലൂടെ മാത്രമാണ് കിട്ടുന്നത്. കൃഷ്ണനൊക്കെ അതുപോലെയാണ്. കൃഷ്ണൻ ജീവൻ മുക്തനാണ്. അതുപോലെ അതുകൊണ്ടാണല്ലോ കൃഷ്ണൻ ഏത് സാഹചര്യത്തിലും കൃത്യമായിട്ട് യാതൊരു ദുഃഖവുമില്ലാതെ, ഒന്നിലും ഒട്ടലില്ലാതെ അതിനെ കാണാനും അതിനെ ഓവർകം ചെയ്യാനും സാധിക്കുന്നതും അതേ സമയത്ത് അത് അർജുനന് ഉപദേശിച്ചു കൊടുക്കുകയും ചെയ്യാണ്. അങ്ങനെയാണ് സമത്വം യോഗ ഉച്ചതി എന്നൊക്കെ പറയുന്നത്. മനസ്സിലായി. ഇന്നത്തെ ക്ലാസ് സാമജികൾ വളരെ നന്നായിട്ട് നമുക്കെല്ലാവർക്കും മനസ്സിലാവുന്ന തരത്തിൽ നമുക്ക് പഠിപ്പിച്ചു തന്നു. വളരെ തിരക്കുള്ളതായിട്ട് പോലും ചന്ദ്രാനന്ദ സ്വാമികൾ നമുക്ക് വേണ്ടി ഈ ഒരു വേദിയിലെത്തി ഇന്ന് 3 ശ്ലോകങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയുണ്ടായി. സ്വാമിജിക്ക് സമിതിയുടെയും ഇവിടെ എത്തിയിട്ടുള്ള എല്ലാവരുടെയും എൻ്റെയും പേരിലുള്ള നന്ദി അറിയിക്കുന്നു. ഹരി ഓം സ്വാമിജി, ഹരി ഓം. അതുപോലെ തന്നെ നമ്മുടെ പ്രമുഖ ഗോപകുമാർ അണ്ണൻ, വളരെ തിരക്കാണ്, എല്ലാ ക്ലാസ്സിലും അണ്ണന് പോകേണ്ടതായിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും ഈ അതീതാമൃതം ക്ലാസ്സിലേക്ക് ഗോപണ്ണൻ എത്തി നമ്മളെ എല്ലാവരെയും ഈ ക്ലാസ്സിൽ പങ്കെടുപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന അണ്ണന് ഇന്നത്തെ ക്ലാസ്സിന്റെ പേരിൽ എത്തിയിട്ടുള്ള എല്ലാവരുടെ പേരിലും എൻ്റെ പേരിലും വളരെ ആദരവോടെ നന്ദി അറിയിക്കുന്നു. ഹരി ഓം. കൂടാതെ നമ്മുടെ എല്ലാ ക്ലാസ്സുകളും റെക്കോർഡ് ചെയ്ത് എഡിറ്റ് ചെയ്ത് നമുക്ക് യൂട്യൂബിൽ എത്തിക്കുന്നത് നമ്മുടെ യോഗബന്ധുവായ ഏറെ ആദരണീയായ സുനേനാക്കയാണ്. സുനേനാക്കയുടെ എഫർട്ട് വളരെ വലുതാണ്. അക്കയെ ഏറെ സ്നേഹത്തോടെ ആദരവോടെ നമസ്കരിക്കുന്നു, നന്ദി അറിയിക്കുന്നു. ഹരി ഓം സുനേനാക്ക. ഹരി ഓം. ഹരി ഓം അണ്ണ. ഹരി ഓം. അതിലേറെ ഇന്നത്തെ ഈ ക്ലാസ് സമ്പുഷ്ടമാക്കിയ വളരെ ഇവിടെ നമ്മുടെ യോഗ ബന്ധുക്കൾ എല്ലാവരും കുറെ പേര് ഇവിടെ എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ എത്തിയതിനേക്കാൾ കൂടുതൽ യോഗ ബന്ധുക്കൾ ഇന്ന് ഈ ക്ലാസ്സിലേക്ക് വരികയുണ്ടായി. എല്ലാവരും ഇത് കേൾക്കാൻ ആഗ്രഹിക്കുന്നു, പഠിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ തുടർന്നുള്ള ക്ലാസ്സുകളിലും എല്ലാവരുടെയും പ്രസൻസ് ഉണ്ടാകണമെന്നുള്ള അപേക്ഷയോടെ ഇന്ന് എത്തിയിട്ടുള്ള എല്ലാ യോഗ ബന്ധുക്കൾക്കും എല്ലാവരുടെയും ഇവിടെ എത്തിയിട്ടുള്ള എല്ലാവരുടെയും പേരിലുള്ള നന്ദി, സമിതിയുടെ പേരിലും നന്ദി അറിയിക്കുന്നു. ഹരി ഓം. ഹരി ഓം. ഹരി ഓം സ്വാമിജി. ഹരി ഓം. ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഇവിടെ പൂർണ്ണമാവുകയാണ്. ഹരി ഓം. നമുക്ക് ലോക കല്യാണ മന്ത്രം ചൊല്ലാം. എല്ലാവർക്കും നേരെയിരിക്കാം.
സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.